₹500 നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലെ ആദിയോഗി ഒന്ന് വിസിറ്റ് ചെയ്ത് വന്നാലോ? മോർണിംഗ് ഞങ്ങൾ പോയത് 9:10 SBC ഇൻ്റർസിറ്റിക്കാണ്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. ഒരു 12:45 ഞങ്ങൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തി. കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗാന്ധിപുരത്തേക്കുള്ള ബസ് കിട്ടും. 10 രൂപയാണ് ബസ് ചാർജ്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് 14D ബസ് കയറിയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആദിയോഗിയുടെ ഫ്രണ്ടിൽ ഇറങ്ങാം. 40 രൂപയാണ് ബസ് ചാർജ് ആകുക. ബസ് നിർത്തുന്ന സ്റ്റോപ്പിൽ നിന്ന് ആദിയോഗിയിലേക്ക് ഒരു 750 to 1 കിലോമീറ്റർ വരെയാണ് ഡിസ്റ്റൻസ് വരിക. അവിടെ പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുക ഈ കാളവണ്ടി സഫാരിയാണ്. നടക്കാനും അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി ഞങ്ങളും കാളവണ്ടി സഫാരിയാണ് പ്രിഫർ ചെയ്തത്. ആദിയോഗി സ്റ്റാച്ചുവിലേക്കുള്ള ഈ പാത്ത് വേയിൻ്റെ 2 സൈഡിലായിട്ടും കാണുന്ന കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ക്ലൈമറ്റ് കോട മൂടിയ ക്ലൈമറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 3:30 ഞങ്ങൾ അവിടെ എത്തിയത്. ആ സമയത്തെ ക്ലൈമറ്റാണ് ഈ കാണുന്നത്. ശിവ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ശരിക്കും അത്യാവശ്യം പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. ആ ഒരു ക്ലൈമറ്റും ആ ഒരു സ്റ്റാച്ചുവും ഒക്കെ കണ്ടപ്പോൾ നല്ല പീസ്ഫുൾനെസ് ആയിരുന്നു. കേരളത്തിലെ നെല്ലിയാമ്പതി മലനിരകളെ നോക്കി നിൽക്കുന്ന ശിവപ്രതിമയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ പ്രകൃതിയും അത്ര മനോഹരമായിരുന്നു. സ്റ്റാച്ചുവിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണിത്. സിറ്റി ലൈഫിൽ നിന്ന് ഒക്കെ ഒരുപാട് ദൂരം മാറി ഒരു ഗ്രാമപ്രദേശത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പീസ്ഫുൾനെസ് ആണ് ഈ ഒരു ഏരിയയിൽ നമ്മൾക്ക് കിട്ടുന്നത്. സ്റ്റാച്ചുവിന് ചുറ്റും നമ്മളൊന്ന് വലം വെച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളിൽ ഒന്നാണ് പല സ്ഥലങ്ങളിലും പലരും ഇരുന്ന് ധ്യാനിക്കുന്നത്. സ്റ്റാച്ചുവിനടുത്തായിട്ട് ഒരു ധ്യാന മണ്ഡപമുണ്ട്. അവിടെ എന്നും വൈകിട്ട് ലേസർ ഷോയ്ക്ക് മുമ്പ് ആരതിയും നടക്കുന്നതാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു ലേസർ ഷോ കാണാനാണ്. 7 മണിക്കാണ് ലേസർ ഷോ സ്റ്റാർട്ട് ആവണത്. ലേസർ ഷോയുടെ ടൈം ആയപ്പോഴേക്കും ഒരു ഉത്സവത്തിനുള്ള ആളുകളാണ് അവിടെ തടിച്ചു കൂടിയത്. ലേസർ ഷോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് പ്രാർത്ഥനയും ആരതിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ലേസർ ഷോ സ്റ്റാർട്ട് ആകുക. ഓൾമോസ്റ്റ് ഒരു 7:15 ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുക. അത് കാണാനുള്ള ജനത്തിരക്കാണ് അതായി കാണുന്നത്. തിരിച്ചുള്ള നമ്മുടെ ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് 7:30, 8:30, 9:20 ഞങ്ങൾ ഏതാണ്ട് തിരിച്ച് 9:30 റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ 12 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ട്രെയിനും വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനം.